ഇന്ന് നമ്മളുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണ്, ഒരു സി പ്രോഗ്രാമിലുള്ള മെയിൻ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു ജനറൽ പർപ്പസ് ആണ്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എംബഡഡ് പ്രോഗ്രാമിംഗ് പറ്റും, വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനകത്ത് പ്രൊസീജിയറായിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത്. ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന്റെ സഹായത്തോടെയാണ് നമ്മൾ പലപ്പോഴും പ്രോഗ്രാമിംഗ് എഴുതുന്നത്. ഫാസ്റ്റ് ആണ്, സിൻടാക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ട് നോക്കും. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോണത്, നമുക്ക് സ്ക്രീനിൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിന് കറസ്പോണ്ടിങ് ഒരു സി പ്രോഗ്രാം എഴുതണം. അപ്പൊ നമുക്ക് പൈതണിലാണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ബ്രേസ് ഇട്ടിട്ട് ഡബിൾ കോഡ്സിൽ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഹലോ പ്രിന്റ് ആവും. പക്ഷേ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അങ്ങനെ പ്രിന്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതണം. ആദ്യം നമ്മൾ #include stdio.h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പൈലറിനോട്, സി കമ്പൈലറിനോട് പറയുകയാണ് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h എന്ന് പറയുന്ന ഫയൽ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഹലോ പ്രിന്റ് ചെയ്യാൻ printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ printf ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് stdio.h എന്ന് പറയുന്ന ഒരു ഫയലിലാണ്. അപ്പൊ ആ printf ഫംഗ്ഷന് എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ stdio.h എൻ്റെ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഏതൊരു സി പ്രോഗ്രാമിലും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ മെയിൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് വോയിഡ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോയിഡ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തുവാ, printf ഹലോ. അപ്പൊ എന്ത് ചെയ്യും, സ്ക്രീനിൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, സിയില് ഈ സ്റ്റേറ്റ്മെന്റുകൾ എൻഡ് ചെയ്യുന്നത് സെമിക്കോളനിലാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഏത് സി പ്രോഗ്രാമിലും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. ആ മെയിനകത്തായിരിക്കും നമ്മൾ നമ്മളുടെ പ്രോഗ്രാം എഴുതുന്നത്. മെയിൻ്റെ മുകളിൽ എപ്പോഴും എന്തുണ്ടാവും, നമ്മുടെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ലൈബ്രറി ഫംഗ്ഷൻ ആണ്. നമ്മളിവിടെ stdio. എന്ന് പറയുന്ന ഹെഡർ ഫയലിലുള്ള ലൈബ്രറി ഫയൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ലൈബ്രറി ഫയലിലുള്ള ഫംഗ്ഷൻ ആണ് ഈ printf. ആ ഫംഗ്ഷൻസ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഷൻസ് എല്ലാം എഴുതണം. അപ്പം ഇതൊരു സിമ്പിൾ സി പ്രോഗ്രാം ആണ്. ഈ സി പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, ഹലോ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ പൈതണിൽ പ്രിന്റ് ഹലോ എന്ന് എഴുതുന്ന സ്ഥാനത്ത് സിയിൽ നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹലോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇത് വളരെ സിൻടാക്സ് ഓറിയന്റഡ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എൻഡ് ചെയ്യുന്നത് സെമിക്കോളനിലാണ്. ഇനി നിങ്ങൾ കേളി ബ്രേസസ്, വോയിഡ് മെയിനിന് ശേഷം പരാന്തസിസ് എഴുതിയതിന് ശേഷം ഒരു കേളി ബ്രേസും എൻഡിങ് ഒരു കേളി ബ്രേസും നിങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ഇത് മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഒരു സി പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത് .c എക്സ്റ്റൻഷൻ കൊടുത്തിട്ടായിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഓൺലൈൻ കമ്പൈലറിൽ ഈ പ്രോഗ്രാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് റൺ ചെയ്ത് റിസൾട്ട് ഹലോ എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ്, സി എന്ന് പറയുന്ന പ്രോഗ്രാം, സിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ എഴുതണമെങ്കിൽ നമുക്ക് ഈ ഹലോ മാത്രമല്ല, പലപ്പോഴും നമുക്ക് ഡാറ്റ വാല്യൂസ് റീഡ് ചെയ്യണം, അവ കമ്പ്യൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. സോ അതിന് വേണ്ടുന്നുള്ള ബിൽഡിംഗ് ബ്ലോക്സുകളെ കുറിച്ച് ഇനി പഠിക്കാം. നമ്മളുടെ ബിൽഡിംഗ് ബ്ലോക്കുകളെ നമ്മൾ പറയുന്ന പേര് ടോക്കണുകൾ എന്നാണ്. അപ്പോൾ പ്രോഗ്രാമിൽ നമുക്ക് ടോക്കണുകളുടെ സഹായത്തോടെയാണ് നമ്മൾ സിയിൽ പ്രോഗ്രാം എഴുതുന്നത്. അപ്പം നമുക്ക് പറയാം, ഈ ടോക്കണുകൾ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിലെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. ഈ ടോക്കണുകൾ പല പല ടൈപ്പ് ടോക്കണുകൾ സിയിൽ അവൈലബിൾ ആണ്. ഒന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടോക്കൺ ആണ് കീവേഡ്. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീഡിഫൈൻഡ് ആണ്, ഓൾറെഡി സി കമ്പൈലറിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ വാല്യൂ ഡിഫൈൻ ചെയ്യാനാണ്. ക്യാര് ടെക്സ്റ്റുകൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ, ആ ടോക്കണുകളെയാണ് നമ്മൾ എന്താ പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ യൂസറിന്
എന്താ എന്തെങ്കിലുമൊക്കെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർക്ക് പേരിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ പേരിട്ട് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഈ ഐഡന്റിഫയറിന്റെ പേരുകൾ ഒരിക്കലും കീവേഡ് ആവാൻ പാടില്ല. കാരണം കീവേഡിന് പ്രീഡിഫൈൻഡ് മീനിങ് ഉണ്ട്. അപ്പൊ ഐഡന്റിഫയർ ആയിട്ട് എനിക്ക് ഒരിക്കലും ഇന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്റ് വൺ എന്ന് ഉപയോഗിക്കാം, കാരണം ഇന്റ് വൺ കീവേഡ് അല്ല. മനസ്സിലായോ? ഇനി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള സ്ലൈഡിൽ നോക്കാം. അടുത്തത് കോൺസ്റ്റന്റ് വാല്യൂസ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് സിയിൽ ഡിഫൈൻ ചെയ്യാം. സ്ട്രിങ്ങുകൾ ഡിഫൈൻ ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്ലസ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാർ, പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണറി ഇൻക്രിമെന്റ് എന്ന് പറയും, ഒരു വാല്യൂ കൂട്ടാൻ. ഇനി മൈനസ്. ഇനി സ്പെഷ്യൽ സിമ്പിൾസിൽ സ്ക്വയർ ബ്രാക്കറ്റ്, പരാന്തിസിസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ സിയിൽ ടോക്കണുകൾ എന്ന് പറയും. ഈ ടോക്കണുകളുടെ സഹായത്തോടെയാണ് നമ്മൾ സിയിലുള്ള പ്രോഗ്രാമുകൾ പലപ്പോഴും എഴുതുന്നത്. അപ്പൊ ടോക്കണുകൾ എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പല ടൈപ്പ് ടോക്കണുകൾ ഉണ്ട്. നമുക്ക് പ്രോഗ്രാമിൽ പലപ്പോഴും പല ടൈപ്പ് ടോക്കണുകൾ ആവശ്യമുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ട് നോക്കാം. അതിനു മുമ്പ് കീവേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി റിസർവ്ഡ് വേർഡ് ആണ്. സ്പെസിഫിക് മീനിങ് ഉണ്ട്. സാധാരണയായിട്ട് കീവേഡുകൾ എപ്പോഴും ലോവർ കേസ് ലെറ്റേഴ്സിലായിരിക്കും. ആൻസി സിയിൽ 32 കീവേഡുകളുണ്ട്. ആ കീവേഡുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഈ കീവേഡുകൾ ഒരിക്കലും ഐഡന്റിഫയറിന് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിന് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ്ങും പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പ്രോഗ്രാമുകളിൽ ഇതിന്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഓൺ ദ ഗോയിൽ അങ്ങോട്ട് കാണും. അപ്പം ഐഡന്റിഫയർ ആയിട്ട് ഒരിക്കലും കീവേഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഐഡന്റിഫയർ എന്താന്ന് നോക്കാം. ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് എനിക്ക് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ആണ് എൻ്റെ വേരിയബിൾ. കാരണം വേരിയിങ് ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആവാം. നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലാതെ സിയിൽ നമുക്ക് ഇഷ്ടമുള്ള യൂസറിന് ഇഷ്ടമുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ എഴുതേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കുറെ പേരുകൾ ഇട്ട് കൊടുക്കും. ഇപ്പൊ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ചിലപ്പോൾ എഴുതും. അപ്പൊ സം ആണ് ആ ഫംഗ്ഷന്റെ പേര്. അതും ഒരു ഐഡന്റിഫയർ ആണ്. എനിക്ക് സീക്വൻസ് ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യണം. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് അറേ എന്ന് പറയുന്നത്. സോ അറേക്ക് പേരിടണം. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന നെയിമുകളാണ്. ഐഡന്റിഫയറിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൽഫബറ്റ് ലെറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോറിലായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ലെറ്ററോ ഡിജിറ്റോ അണ്ടർസ്കോറോ ഒക്കെ പാടുണ്ട്. ഇനി ഒരു കാര്യം, ഐഡന്റിഫയറിന്റെ ഇടയിൽ എന്തിടാൻ പാടില്ല? സ്പേസ് ഒന്നും ഇടാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഞാൻ ഇന്റ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APP ഇന്റ് APP എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ടൈപ്പ് ആണ്. അതിനകത്തുള്ള ഇന്റ് എന്ന് പറയുന്നത് എന്റെ കീവേഡും APP എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫയറും ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? APP എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു APP എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ഐഡന്റിഫയർ ആണെന്നാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാരക്ടർ ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഐഡന്റിഫയർ ഒരിക്കലും കീവേഡ് ആവാൻ പാടില്ല. ആ ഐഡന്റിഫയർ ആ പേരിന് ഒരിക്കലും എന്ത് പാടാൻ, ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒന്നെങ്കിൽ ആ ഐഡന്റിഫയർ അല്ലെങ്കിൽ ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്ററിൽ, ക്യാപിറ്റൽ ലെറ്ററിലോ എന്തിലും ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോറിലാവാം. വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഐഡന്റിഫയറിന്റെ റൂൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കോൺസ്റ്റന്റുകൾ നോക്കാം. സിയിൽ ഫിക്സഡ് വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ സമയത്ത് മാറാത്ത വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സിയിൽ നമുക്ക് ന്യൂമറിക് കോൺസ്റ്റന്റ്സും ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റന്റ്സും ഉണ്ട്. ന്യൂമറിക് കോൺസ്റ്റന്റുകൾ ഇന്റിജർ ടൈപ്പ് കോൺസ്റ്റന്റ്സും, റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡെസിമൽ വാല്യൂ 2.3, 2.44, 3.2 അങ്ങനെയുള്ള റിയൽ കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. ക്യാരക്ടർ കോൺസ്റ്റന്റ്സുകൾ എന്ന് വെച്ചാൽ സിംഗിൾ ക്യാരക്ടേഴ്സ് A അല്ലെ Z, C. പിന്നെ സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഹലോ, അപ്പൊ അങ്ങനെയുള്ള എന്താണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്സും സിയിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിയിലെ ടോക്കണുകളാണ്. ഐഡന്റിഫയർ ഒരു ടോക്കൺ ആണ്, കീവേഡ് ഒരു ടോക്കൺ ആണ്. നൗ കോൺസ്റ്റന്റ് ഈസ് ഓൾസോ എ ടോക്കൺ. ഇനി നമുക്ക് സിയിലെ ഓപ്പറേറ്റേഴ്സ് നോക്കാം. സിയിൽ പ്രധാനമായിട്ടും നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ 3 ആയിട്ട് തിരിക്കാം. യൂണറി ഓപ്പറേറ്റർ, ഒരു ഓപ്പറാൻഡ് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്നും, 2 ഓപ്പറാൻഡുകളിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ ബൈനറി ഓപ്പറേറ്റർ എന്നും, 3 ഓപ്പറാൻഡിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ടെർണറി ഓപ്പറേറ്റർ എന്നും തിരിക്കാറുണ്ട്. അപ്പൊ യൂണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = x+1 എന്നാ. x എന്ന് പറയുന്ന ഒറ്റ ഓപ്പറാൻഡേ അവിടെ ഉള്ളൂ. ഓക്കെ,
എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ബൈനറി ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്പറാൻഡ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സ് പ്ലസ് വൈ. അപ്പൊ എക്സും വൈയും കൂടി തമ്മിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഓപ്പറാൻഡുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ടെർണറി ഓപ്പറേറ്റർ നമ്മൾ അതിന്റെ ഡീറ്റെയിലോട്ട് വരാം. നമുക്ക് ബൈനറി ഓപ്പറേറ്ററിനെ തന്നെ ഒരു 5 ടൈപ്പ് ഉണ്ട് സിയിൽ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമുക്ക് സിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് ഫോർ അഡീഷൻ, മൈനസ് ഫോർ സബ്സ്ട്രാക്ഷൻ, സ്റ്റാർ ഫോർ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് ഫോർ ഡിവിഷൻ, പെർസെൻറ്റേജ് ഫോർ റിമൈൻഡർ. ഉദാഹരണമായിട്ട് 7% 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ദാറ്റ് ഈസ് 1 ആയിരിക്കും നമ്മളുടെ റിസൾട്ട്. ഇനി നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റർ, രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് റിലേഷണൽ. എ ലെസ് ദാൻ ബി ആണോ, എ ഗ്രേറ്റർ ദാൻ ബി ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ, ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ, ഡബിൾ ഈക്വൽ, നോട്ട് ഈക്വൽ, എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ. ഇത്രയും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സിയിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് എ ലെസ് ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ സി. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ആൻഡ് ആണ് ഈ ഡബിൾ ആമ്പർസെന്റ് ആൻഡ്. ഇനി രണ്ട് വെർട്ടിക്കൽ ലൈൻ ഇട്ടാൽ ഓർ, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ നോട്ട്. അപ്പൊ അതാണ് നമ്മളുടെ എന്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് സാധാരണ റിലേഷണൽ ഓപ്പറേറ്ററിനൊപ്പം നമ്മൾ ചേർന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എടുത്തിട്ട് ആ ബിറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ബിറ്റ് വൈസ് എന്ന് വെച്ചാൽ നമുക്ക് ബിറ്റുകളിൽ തമ്മിൽ ആൻഡ് ചെയ്യുക. ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ അറിയാമായിരിക്കുമല്ലോ. 2 0 ആണെങ്കിൽ 0, 2 ഇൻപുട്ടും 1 ആണെങ്കിൽ 1, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അതുപോലെ ബിറ്റ് വൈസ് ഓർ, അതാണ് ഒറ്റ വെർട്ടിക്കൽ ലൈൻ. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് രണ്ട് ലെസ് ദാൻ സിമ്പൽ നിങ്ങൾ കാണുന്നത്. റൈറ്റ് ഷിഫ്റ്റ്, എക്സോർ, ഇങ്ങനെയുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് സിയിൽ അവൈലബിൾ ആണ്. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് 2 എന്ന് പറയുന്ന വാല്യൂ അസൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ്. എക്സ് മൈനസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. എക്സ് സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 2 ആണ്. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിനോട് ചേർന്നുകൊണ്ടുള്ള അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടേണറി ഓപ്പറേറ്റർ. ടേണറി ഓപ്പറേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ക്വസ്റ്റ്യൻ മാർക്ക് സ്കോളൻ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 2 ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2നെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ 5 എടുക്കും, അല്ലെങ്കിൽ 10 എടുക്കും. അപ്പൊ നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യൻ മാർക്കിനും കോളനും ഇടയിൽ 3 ഓപ്പറാൻഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിലോട്ട് പോവുകയാണ്, സ്കാൻഎഫ്. നേരത്തെ നിങ്ങൾ കണ്ടിരുന്നു പ്രിന്റ് എഫ് കണ്ടിരുന്നു. പ്രിന്റ് എഫ് എന്തിനാണ്? നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ അല്ലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ പ്രിന്റ് എഫ് ഉപയോഗിച്ചത്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സി എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് ഇൻപുട്ട് യൂസർ കൊടുക്കുന്ന അനുസരിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്കാൻഎഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മളുടെ സി പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഈ സ്കാൻഎഫ് ഫംഗ്ഷനും ഉപയോഗിക്കാം. ഇനി സിയിലെ സ്കാൻഎഫ് ഫംഗ്ഷന്റെ സിന്റാക്സ് എന്താണ്? സ്കാൻഎഫ് ഫംഗ്ഷന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. ഡബിൾ കോട്ട്സിൽ ഫോർമാറ്റ് സ്പെസിഫൈഡ് ഫോളോഡ് ബൈ കോമ ഇട്ടിട്ട് ആമ്പർസെന്റ് വേരിയബിൾ നെയിം. ദിസ് ഈസ് ദ എന്താ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് സ്പെസിഫയർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഏത് ഡേറ്റയാണ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്, അതൊരു നമ്പർ ആണോ അതോ ടെക്സ്റ്റ് ആണോ എന്നുള്ളത്. ഇനി ആ റീഡ് ചെയ്യുന്ന സാധനം അല്ലെ റീഡ് ചെയ്യുന്ന ഡേറ്റ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? അഡ്രസ് വെയർ ദാറ്റ് ഇൻപുട്ട് വിൽ ബി സ്റ്റോർഡ്. അതുകൊണ്ടാണ് ഇവിടെ ആമ്പർസെന്റ് അല്ലെങ്കിൽ അഡ്രസ് വേരിയബിൾ, അഡ്രസ് ഓഫ് ദിസ് വേരിയബിളിലോട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ റീഡ് ചെയ്യുന്നത്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇതൊരു എക്സാമ്പിൾ എവിടെ കാണിച്ചേക്കുന്നത്, സ്കാൻഎഫ് % d കൊടുത്തു കഴിഞ്ഞാൽ d ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റിജർ ആണ് നിങ്ങൾ റീഡ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റീഡ് ചെയ്യാൻ പോകുന്നത്? ഇന്റിജർ ആണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ആ റീഡ് ചെയ്യുമ്പോൾ ഞാൻ 2 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ % d എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. കാരണം 2 ഒരു ഇന്റിജർ വാല്യൂ ആണ്. ഇനി ആ വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ആവണം? എ എന്ന് പറയുന്ന
വേരിയബിളിന്റെ അഡ്രസ് ലൊക്കേഷനിലോട്ട് വേണം എന്ത് സ്റ്റോർ ആവാൻ, ഈ 2 സ്റ്റോർ ആവാൻ എന്നാണ് ഇതിന്റെ മീനിങ്. നമുക്ക് സിയിൽ നമുക്ക് പല ടൈപ്പ് ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്. നിങ്ങൾക്ക് കീബോർഡിൽ നിന്ന് ഒരു ഇന്റിജർ ആയിട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ %d കൊടുക്കണം. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ %f കൊടുക്കണം. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡെസിമൽ പോയിന്റ് ഉള്ള വാല്യൂ. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റിനേക്കാളും കുറച്ചുകൂടി ഹൈ പ്രിസിഷൻ ഉള്ള 3.14 പോയിന്റിന് ശേഷം കുറച്ചുകൂടി ഹൈ പ്രിസിഷൻ വേണമെങ്കിൽ %lf. നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ ആണ് എങ്കിൽ വേണ്ടത് %string. ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ് വേണ്ടതെങ്കിൽ %s. ക്ലിയർ ആണോ? ഇത് ഇത്രയുമാണ് നമ്മളുടെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഇനി നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ എനിക്ക് പ്രിന്റ്എഫും സ്കാൻഎഫും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ഹെഡർ ഫയൽ എൻ്റെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു മെയിൻ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഈ മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ നമ്മളുടെ പ്രോഗ്രാം എഴുതുന്നത്. അതിനുശേഷം ഫസ്റ്റ് കാണുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമാറ്റ് ഇന്റ് നം. നം എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണെന്നാണ് ഇതിന്റെ മീനിങ്. ഇന്റ് എന്താണ്? ഒരു കീവേഡ് ആണ്. കീവേഡിന് ശേഷം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഒരു ഐഡന്റിഫയർ ആണ് കൊടുത്തിരിക്കുന്നത്. നം ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. നം എന്താണ്? ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. അതിനുശേഷം അത്രയും ഇത്രയും കാണുമ്പോൾ സി കമ്പൈലറിന് മനസ്സിലായി നം ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. അതിനുശേഷം printf enter a number. ഇത് കാണുമ്പോൾ സ്ക്രീനിൽ എന്ത് കാണിക്കും? enter a number എന്ന് കാണിക്കും. printf എന്താ ചെയ്യുന്നത്? printf കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ enter a number എന്ന് അവിടെ കാണിക്കും. ഉടനെ നമ്മൾ നോട്ട് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്യുമല്ലോ. ആ ടൈപ്പ് ചെയ്യുന്ന സാധനം ഞാൻ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫംഗ്ഷൻ കോൾഡ് സ്കാൻഎഫ് ഫംഗ്ഷൻ. എന്തായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? ഇന്റിജർ ആയിട്ടാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ എന്ത് കൊടുത്തത്? %d എന്ന് കൊടുത്തത്. ഇനി ഞാൻ ആ ടൈപ്പ് ചെയ്ത സാധനം ഞാൻ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ലൊക്കേഷനിലോട്ടാണ് ഞാനത് സ്റ്റോർ ചെയ്യുന്നത്. സോ നം എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഞാൻ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.